ഹലോ, മാളുക്കുട്ടിയുടെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ 15 ഓഗസ്റ്റ് 18 റിവ്യൂ ആണ്. മാളുക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. അപ്പൊ രാവിലെ തന്നെ വേക്കപ്പ് സോങ് കേട്ടിട്ട് എല്ലാവരും ചില്ലാക്കുന്നുണ്ട് ബിഗ് ബോസ്. അതിനുശേഷം തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കിച്ചണിലുള്ള വലിയ വഴക്കാണ് അത് തന്നെ കാണുന്നത്. അത് കഴിഞ്ഞ ശേഷം സാരികയും കലാഭവൻ സരികയെ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ആയിട്ട് ചെറിയ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് എന്തൊക്കെയോ ശാരിക ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് വരുന്ന ആളെ അത്രയും ട്രിഗർ ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പൊ അതുപോലെ തന്നെ ശാരിക എന്ത് ചെയ്യുന്നുണ്ട്, സരികയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പലതും പേഴ്സണലി സരികയ്ക്ക് വിഷമാവുന്നുണ്ട്. അത് എന്താണ് പറയുകയാണ്, ഇങ്ങനെ എന്താ ശാരികയോട് പറയാനാണ് എനിക്ക് ഭയങ്കര പേഴ്സണൽ വിഷമമായെന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നീട് സരിക പറയുന്നുണ്ട്. ശാരിക പറയാണ്, ഞാനും ആയത് ഹോട്ട് സീറ്റ് ഇന്റർവ്യൂവിന്റെ ഭാഗമായി ചോദിച്ചാണ്, ഞാൻ ഒരിക്കലും പേഴ്സണലി ഹേർട്ട് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ക്യാമറയിൽ സരികയുടെ ഹസ്ബൻഡിനോടുള്ള രീതിയിൽ ഒരു അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്ന അടുക്കളയിൽ വെച്ചതാണ് അനുമോളെ ചപ്പാത്തിക്കള്ളി എന്നുള്ള ആ ഒരു പേര് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അത് പിന്നീട് വലിയ വഴക്കാവുന്നുണ്ട്. അതിനുള്ള ശരത്ത് ഇടപെടുന്നുണ്ട്, അക്ബർ ഇടപെടുന്നുണ്ട്. പക്ഷെ അനുമോള് ഒക്കെ പിടിച്ചു നിന്ന് തന്നെ പറയണം. അത്രയും ഇതായിട്ട് അത്രയും കൂടെ നിന്ന് ആൾക്കാരെ അനുമോളെ അറ്റാക്ക് ചെയ്തിട്ടും അനുമോൾ അവരുടെ കൂടെ കട്ടൊക്കെ പിടിച്ചു നിന്നും കരയാതെ തന്നെ പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ആ വഴക്കിനിടയിൽ അനുമോള് ഈ ഔട്ടായി പോയൊരു കണ്ടസ്റ്റന്റ് പേര് വലിച്ചിഴക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതിന് പക്ഷെ പിന്നീട് ശരത്തിന്റെ കാല് പിടിച്ചിട്ടുണ്ടെ അനുമോള് സോറിയും പറയുന്നുണ്ട്. ശരത്തും പറഞ്ഞിട്ട് കുഴപ്പമില്ല, എനിക്ക് നിന്നോട് വഴക്കൊക്കെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കോംപ്രമൈസ് ആക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് വീക്കിലി നോമിനേഷൻ ആണ്. അപ്പൊ അതില് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഒന്ന് ഷാനവാസ്, അക്ബർ, ശരത്ത്, സാരിക, സരിക, സൈത്യ, റന, ഉനിയൽ, അനു. അപ്പൊ ഇത്രയും പേരാണുള്ളത്. അത് 9 പേരാണുള്ളത്. അപ്പൊ എനിക്ക് പ്രേക്ഷകരായ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, വോട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുക. അതായത് കളിക്കാത്ത ആൾക്കാര് അവിടെ നിൽക്കേണ്ട. കളിക്കുന്നത് എങ്ങനെയായിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലെ പോസിറ്റീവ് കണ്ടന്റ് ആയിക്കോട്ടെ, അവര് കളിക്കുന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും അവിടെ നിർത്തണം എന്നുള്ളതാണ്. ഇല്ലേ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒന്നും കളിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ എന്താണ് ഫൈനൽ വരേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ കളിക്കാത്ത ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം എന്ത് ചെയ്യാം പുറത്താക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. കളിക്കുന്നവർ അവിടെ നിന്നോട്ടെ, കാരണം അവർ എന്തെങ്കിലുമൊക്കെ നമുക്ക് കളിക്കാൻ, നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്നതിന് എന്താണ് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കാണാനാണ്. അല്ലാതെ വെറുതെ ഒന്നും തരാത്ത ആൾക്കാർ അവിടെ നിന്നിട്ട് കളിക്കുന്ന ആൾക്കാർ പുറത്തായി പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ കളിക്കുന്നവരെ നിങ്ങൾ മാക്സിമം വോട്ട് കൊടുക്കാം. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് വില്ലൻ ആയിക്കോട്ടെ നായകനായിക്കോട്ടെ, കളിക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, വോട്ട് കൊടുക്കാം. കളിക്കാത്തവരെ എന്ത് ചെയ്യുന്നവർ നിൽക്കേണ്ട ആവശ്യമില്ല. വെറുതെ പൈസ വാങ്ങാനുള്ള ഷോ അല്ലല്ലോ. നമ്മളിപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാർ ആയാലും മറ്റേ ഡൗൺലോഡ് ചെയ്ത് പൈസ കൊടുത്ത് കാണുന്നത് കണ്ടന്റ് വൈസാണ്. അല്ല വെറുതെ ഓണമില്ലാക്കിയിട്ടല്ലേ വെറുതെ പാട്ട് പാടിയിരിക്കാണ്, പിന്നെ വെറുതെ വന്ന് നമുക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ കളിക്കുന്നവരെ നിങ്ങൾ അവിടെ പിടിച്ചു നിർത്താൻ നിങ്ങൾ മാക്സിമം ആയിരിക്കും വോട്ട് എടുക്കാം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അത്രയാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കാണുന്നത് KP നമ്പൂതിരീസിന്റെ എല്ലാ സീസണും കാണുന്നതിന്റെ ബെസ്റ്റ് ദന്തൽ കെയർ ഉള്ള ഒരാൾക്ക് എന്താണ് മാസാവസാനം തെരഞ്ഞെടുക്കാൻ പറയുന്നത് ആഡവി വായിക്കുന്നുണ്ട്. പിന്നെ അനുമോളും സൈത്യയും തമ്മിൽ റനയെ പറ്റി പറയാണ്. അനുമോള് റനയെ പറ്റിയിട്ടുള്ളത് ആ വഴക്കിൻ്റെ ഇതിൽ സൈത്യയോട് പറയുകയാണെങ്കിൽ റനയെ ഞാനൊരു ചെറിയ കുട്ടിയൊക്കെയാണ് വിചാരിച്ചത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവർ തമ്മിൽ ചെറിയ സംഭാഷണം. പിന്നെ ബിഗ് ബോസ് അഭിലാഷിനെയും അക്ബറിനെയും അനുമോളൊക്കെ കൺസെഷൻ റൂമിൽ വിളിച്ചിട്ട് അവരോട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് അവർക്ക് ആശ്വാസമായിരിക്കും, കാരണം വീട്ടുകാരും ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് എന്താണ് ബിഗ് ബോസിന്റെ ഭാഗത്തുള്ള സംഭാഷണം അത്രയും സഹായം തന്നെയായിരിക്കും. അവിടെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ രാത്രിയിൽ നമ്മൾ കാണുന്നത് ശരത്തും ഷാനവാസും തമ്മിലുള്ള സംഭാഷണ രംഗമാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കഴിക്കുന്ന മെയിൻ കാര്യം. അപ്പൊ എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പ്രേക്ഷകരെ നിങ്ങളോട് പറയാനുണ്ട്, വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. പിന്നെ പുറത്തുനിന്ന് നോക്കുന്നത് നമുക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര സിമ്പിൾ ആയി തോന്നും. പക്ഷെ അവിടെ നിൽക്കുന്നവരെ അവസ്ഥ അവർക്കേ അറിയണം. നമുക്ക് തന്നെ ഒരു ദിവസം ഒരു ഫോണില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടും, അല്ല നമ്മളെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ അടുത്തില്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അപ്പൊ അവരുടെ അവസ്ഥ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അവരുടെ കയ്യിൽ ഫോണില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടിയില്ല. അപ്പൊ അവർക്ക് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആളുടെ കൂടെ തന്നെ പിന്നെയും അവർ കൂടെ നിൽക്കണം, കൂടെ കിടക്കണം ഒക്കെ വരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട്
നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം നമ്മൾ കളിക്കുന്ന ആൾക്കാരെ നമ്മൾ മാക്സിമം ഒരു സപ്പോർട്ട് ചെയ്യുക. വോട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കളിക്കുന്നവർക്ക് തന്നെ വോട്ട് ചെയ്ത് എന്താ ചെയ്യുക, അവരെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുക. വോട്ട് കളിക്കാത്തവരെ അല്ലെങ്കിൽ എന്താ സേഫ് പ്ലേ കളിക്കുന്നവരെ എന്താ ചെയ്യുക, ഔട്ടായി പോയിക്കോട്ടെ. കാരണം കണ്ടന്റ് ഒന്നും ചെയ്തില്ല, പിന്നെ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ നിൽക്കാൻ അവർക്കും അർഹതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നോമിനേഷൻ ഉള്ളവർക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വോട്ട് ചെയ്ത് വിജയം ഉണ്ടാക്കുക. ഇത്രയുള്ള മാളക്കുട്ടിയുടെ വീഡിയോ. മാളക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.